സോഷ്യൽ മീഡിയ കമൻറ്റുകൾ ശ്രദ്ധിക്കുക. ഇന്ത്യ പാക് സംഘർഷം നടക്കുന്നൊരു സമയമാണ്. നമ്മൾ അബദ്ധവശാൽ നമ്മളെ കമൻറ്റ് പാകിസ്ഥാന് അനുകൂലമായാൽ അത് വലിയ ബുദ്ധിമുട്ടിലാകും, കേസാകും. നമ്മളാരും ബോധപൂർവം പാകിസ്ഥാന് അനുകൂലമായിട്ട് കമൻ്റ് ഇടില്ല, അത് ഉറപ്പാണ്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ യൂട്യൂബിലൊക്കെ ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ വാർത്തകൾക്ക് താഴെ നമ്മൾ ടൈപ്പ് ചെയ്ത് കമൻ്റ് ഇടുമ്പോൾ അത്ര പ്രശ്നം വരും. പക്ഷേ നമ്മൾ സ്പീക്കർ ഉപയോഗിച്ച് കമൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതായിരിക്കില്ല ഒരു പക്ഷേ വരൽ. അത് വളരെ ശ്രദ്ധിക്കുക. ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കും എന്നത് ഒരു പക്ഷേ ഇന്ത്യയെ പാകിസ്ഥാൻ തോൽപ്പിക്കുന്നു എന്ന് സ്പീക്കറിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അങ്ങനെ അബദ്ധം സംഭവിക്കുന്നുണ്ട്. നമ്മളത് അത്ര ശ്രദ്ധിക്കാതെ അത് കമൻ്റാക്കി വിടുകയും ചെയ്യും. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം അങ്ങനെ പല ആൾക്കാരും പെടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് അങ്ങനെ പൊറുതിയോടുള്ള ആളുകൾ കമൻ്റ് ഇട്ട് മതിയാവുന്നുള്ള പൊറുതിയോടുള്ള ആളുകൾ ഒരു ലവ് ചിഹ്നം, ഇന്ത്യൻ്റെ പതാക, ഒരു ലൈക്ക്, അങ്ങനത്തെ ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ ഐക്യദാർഢ്യം ഇന്ത്യയോട് പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെ നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പല ഇതിൽ നിന്നും പല രൂപത്തിലുള്ള കമൻറ്റുകൾ വരും. പ്രത്യേകിച്ച് മലപ്പുറം ഇന്ന് ഹർത്താൽ, ഇന്ന് പല ഇതിലുള്ളതാണ്. അതായത് പാകിസ്ഥാൻ ആക്രമിച്ചുകൊണ്ട് മലപ്പുറത്ത് നിന്ന് ഹർത്താൽ, അല്ലെങ്കിൽ മലപ്പുറത്തുകാർ സങ്കടത്തിൽ, അല്ലെങ്കിൽ ഇന്ന ആളുകൾ സങ്കടത്തിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് വരും. അതെന്തിനാ വെച്ചാൽ പ്രകോപനമാണ്. അപ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അബദ്ധം പറഞ്ഞാലോ കിട്ടിയാലോ എന്നുള്ള ഇതിൽ പലരും വിടുന്നതാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. അവനവൻ്റെ കാര്യം അവനവൻ ശ്രദ്ധിക്കുക. വേറെ ആളെ കയ്യിൽ ഫോൺ കിട്ടാതെ ശ്രദ്ധിക്കുക. നമ്മളെ ഫോണിൽ നിന്ന് നമ്മളോട് ശത്രുതയുള്ള ആൾക്കാരെന്തെങ്കിലും ഫോണിൽ ടൈപ്പ് ചെയ്ത് വിട്ടാൽ അതും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക.